ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ്സസിനെ കുറിച്ചും ഒബ്ജക്ട്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്തിനാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ക്ലാസ്സസിനെയും ഒബ്ജക്ട്സിനെയും യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മെഷീൻ കോഡ് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാടധികം സ്വിച്ചസിനെ ഓണും ഓഫും ചെയ്തിട്ടാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്വിച്ചിന് രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, ഓണും ഓഫും അല്ലേ. അതേപോലെ ഒരുപാടധികം ഒന്നിനെയും സീറോവിനെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ കമ്പ്യൂട്ടർ പ്രോഗ്രാമും വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറെ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒന്നുകളെയും സീറോകളും ഉള്ള പ്രോഗ്രാമുകൾ ചേർത്തിട്ടാണ് നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. ഇതിനെ മെഷീൻ കോഡ് എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വർഷം കഷ്ടപ്പെടേണ്ടി വരും. അതായത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയാണ് ഡെവലപ്പേഴ്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു എ ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ 01000001 എന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു എ ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇത്രയും വലിയൊരു കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വലിയൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണം എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അതിനുശേഷമാണ് മനുഷ്യന് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സും അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വന്നത്. എക്സാമ്പിൾ ആയിട്ട് സി പ്രോഗ്രാമിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അതായത് ഇതിനകത്ത് ഒരുപാട് ഇംഗ്ലീഷ് ലെറ്റേഴ്സും അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പേഴ്സ് ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെഷീൻ കോഡിലോട്ട് ഡീപ്പായിട്ട് പോവാതെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റി. എന്നാൽ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊസീജിയറിലായിരുന്നു. അതായത് ഇതിന്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആയിരുന്നു എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരുന്നത്. അതായത് ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക, അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരുന്നു ഈ ഒരു എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇത് എളുപ്പമാണല്ലേ. അതായത് നമുക്ക് ഓരോ ലൈനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. എന്നാൽ നിങ്ങളുടെ പ്രോഗ്രാം വളരെ വലുതാവുന്നതിനനുസരിച്ച്, നിങ്ങളുടെ പ്രോഗ്രാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോഡിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഓരോ പ്രോഗ്രാമും വലുതാവുന്നതിനനുസരിച്ച് ഈ ഒരു രീതിയിലുള്ള കോഡായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ എന്തെങ്കിലും ഒരു എററോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം എക്സിക്യൂഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും തുടക്കം മുതൽ ഈ ഒരു പ്രോഗ്രാം നോക്കി വരേണ്ടി വരും ഈ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോക്കി വേണം ഓരോ ഒരു ചെറിയ ഇഷ്യൂ ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കി വരുമ്പോഴേക്കും ഒരുപാട് കാലങ്ങൾ നിങ്ങൾ മെനക്കെടേണ്ടി വരും ഒരു പ്രോഗ്രാം നിങ്ങൾ ഉണ്ടാക്കാനായിട്ടല്ലേ. എന്നാൽ അതിനുശേഷമാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കടന്നുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കടന്നുവരവോടുകൂടി ഒരുപാട് ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ജാവ ആയിക്കോട്ടെ, സ്വിഫ്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡാർട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഒബ്ജക്റ്റുകളെ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു 4 പില്ലേഴ്സ് നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഇതാണ് OOPയുടെ 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 4 പില്ലേഴ്സ് നമ്മൾ തിയറി പാർട്ടിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ റിയൽ ലൈഫിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം കണ്ടാൽ മാത്രമേ ശരിക്കും എന്താണ് ഈ ഒരു 4 പില്ലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ തിയറി പാർട്സ് ഒരുപാട് പഠിക്കാറുണ്ട്, എന്നാൽ ആക്ച്വലി ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈവൻ എനിക്ക് പോലും ഇത് പഠിക്കുന്നതിന് മുന്നേ അറിയത്തില്ലായിരുന്നു. കാര്യം നമ്മൾ തിയറി പാർട്സിൽ ഇതെല്ലാം പഠിച്ചു പോകും, പക്ഷേ റിയൽ ആയിട്ട് ഇത് എന്താണ് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല എന്നത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ അടക്കം കാണിക്കാനായിട്ട് പോവാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പ്രോഗ്രാമിൽ, നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ പ്രൊജക്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു 4 പില്ലേഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അബ്സ്ട്രാക്ഷനെ കുറിച്ചാണ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു വലിയ പ്രോഗ്രാമിനെ നമ്മൾ ചെറിയ പാർട്സ് ആയിട്ട് മാറ്റുന്നു. ഇതാണ് അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പ്രോഗ്രാമിൽ ഒരുപാടധികം കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അതായത് ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് നിങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും. ഈ ഒരു ഓരോ ഫംഗ്ഷനാലിറ്റിനെയും നമ്മൾ സെപ്പറേറ്റ്
പാർട്ടുകളാക്കി ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഓരോ ഫംഗ്ഷൻസും ഓരോ പീസസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസിലോട്ട് നമ്മൾ മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനെ കുറച്ചും കൂടി മോഡുലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, അബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തീർത്തു തരാം. അതിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കഫേ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എംപ്ലോയീസിനെ വെക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾക്ക് അവർക്ക് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല. അതായത് കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് തന്നെ കിട്ടണം. അതായത് ഒരു എംപ്ലോയിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ, ഇനി ഒരു കുക്കിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അത് നിങ്ങൾ ലാഭിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങൾ ആൾക്കാരുടെ ഓർഡർ എടുക്കുന്നു, അവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്നു, ഫുഡ് കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്യാഷറിന്റെ സെക്ഷനിൽ പോയിട്ടിരിക്കുന്നു, അവരോട് പൈസ വാങ്ങുന്നു, ഇനിയിപ്പോൾ റിസർവേഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഒരു 1-2 ആൾക്കാരൊക്കെ കസ്റ്റമർ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, ഇതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഒരു 2 അതിൽ കൂടുതൽ ഒരു 10 പേരൊക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ട ഫുഡ് ഉണ്ടാക്കണം, എല്ലാവരുടെയും ഓർഡർ എടുക്കണം, എല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും ക്യാഷ് വാങ്ങണം. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പോലും പറ്റത്തില്ലല്ലേ. നിങ്ങൾക്ക് മൊത്തത്തിൽ ഭ്രാന്താവുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ. അതുകൊണ്ട് എന്താ ശരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനും പറ്റത്തില്ല. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ പരിപാടി പൂട്ടിക്കെട്ടി നിങ്ങൾ പോകേണ്ടിയും വരും അല്ലേ. നിങ്ങളുടെ സെയിൽസും ഉണ്ടാവില്ല, ഗ്രോത്തും ഉണ്ടാവില്ല, എല്ലാം കൂടി നിങ്ങൾ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ വരും അല്ലേ. നിങ്ങൾ മൊത്തത്തിൽ ട്രബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന് പകരമായിട്ട് നിങ്ങൾ കുറച്ച് എംപ്ലോയീസിനെ വെച്ചു എന്ന് വിചാരിക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റേഴ്സിനെ വെച്ചു, നിങ്ങളൊരു കുക്കിനെ വെച്ചു, നിങ്ങളൊരു ക്യാഷറെ വെച്ചു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ജോലിക്കും നിങ്ങൾ ഓരോ ആൾക്കാരെ വെച്ച പോലെയാണല്ലേ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓരോ ജോലിക്കും നിങ്ങൾ ഓരോ ആൾക്കാരെ വയ്ക്കുന്നു. അതായത് ഓർഡേഴ്സ് എടുക്കാനായിട്ട് നമ്മൾ വെയിറ്റേഴ്സിനെ വയ്ക്കുന്നു, ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മൾ വെയിറ്റേഴ്സിനെ വയ്ക്കുന്നു, ഇനി ക്യാഷ് വാങ്ങാനായിട്ട് നമ്മൾ ക്യാഷർ വയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഷെഫിനെയും കൂടി വയ്ക്കുന്നല്ലേ. അപ്പോൾ ഓരോ ജോലികളും നമ്മൾ ഓരോ ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാടധികം കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷനും ഇല്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്യും. ഒരു ക്രാഷസോ പ്രശ്നങ്ങളോ ഉണ്ടാവാനായിട്ടും പോകുന്നില്ലല്ലേ. ഇതേപോലെയാണ് നമ്മളുടെ പ്രോഗ്രാമിങ്ങിന്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞപ്പം എല്ലാത്തിലും ഡിഫറെൻറ്റ് ആൾക്കാരെ വെച്ചു. ഓരോ ഫംഗ്ഷനാലിറ്റീസും ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതായത് ഓർഡർ എടുക്കാനായിട്ട് നമ്മൾ വെയിറ്ററെ വെച്ചു, ക്യാഷ് വാങ്ങാനായിട്ട് ക്യാഷറെ വെച്ചു, ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷെഫിനെ വെച്ചു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജോലി ഈസി ആയിട്ടും വൃത്തിയായിട്ടും ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രോത്തും കാര്യങ്ങളും കൂടുന്നു. യാതൊരുവിധ ക്ലാഷോ കാര്യങ്ങളോ ഇല്ലാതെ ഭംഗിയായിട്ട് പോകല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ കേസിലും. അതായത് നിങ്ങളുടെ വലിയൊരു പ്രോഗ്രാമിൽ ഒരുപാടധികം ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഡിസൈനിങ് പാർട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഓരോന്നിനെയും നിങ്ങൾ ഡിഫറെൻറ്റ് ക്ലാസ്സസിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കും. നമ്മുടെ പ്രോഗ്രാമും ചെറുതാവും, യാതൊരുവിധ ക്രാഷോ കാര്യങ്ങളോ ഉണ്ടാവാതെ സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അബ്സ്ട്രാക്ഷനെ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മളുടെ ക്വിസി ആപ്ലിക്കേഷനിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് നമ്മുടെ ഒരു കോഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ മെയിൻ ഡോട്ട് ഫയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരുപാടധികം കാര്യങ്ങൾ മിക്സ്ഡ് ആണല്ലേ. അതായത് ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ട്. ഓൾസോ നമ്മുടെ ഇവിടെ തന്നെ ഡിസൈനിങ് കാര്യങ്ങളുണ്ട്, നമ്മുടെ ലേഔട്ട് കാര്യങ്ങൾ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ മിക്സ്ഡ് ആണ്. ഓൾസോ ഇതിന്റെ ബട്ടൺ കാര്യങ്ങൾ, അതായത് നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ട് ഫയലിൽ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ആയിട്ട് കിടക്കുവാണ്. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറേയും കൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ട് ഫയലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോഡ് ഒരുപാട് കോംപ്ലക്സ് ആയി വരികയാണ്, അതുപോലെ തന്നെ വലിയ ഫയലായിട്ട് മാറുകയാണ്. ബിക്കോസ് ഇത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മെയിൻ ഡിസൈനിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ കളറോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കോഡ് ഒരു 100-250 ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ആഡ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. ബിക്കോസ് ഒരു കോഡിൽ നമുക്ക് എത്തണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ എല്ലാം, ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ, അപ്പൊ അതിനെല്ലാം നമുക്ക് വേറെ ഒരു ക്ലാസ്സിലോട്ട് മാറ്റാം. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ കോഡിനെ ഒന്ന് അബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ലിബ് ഫോൾഡറിൽ നമുക്കൊരു പുതിയ ഒരു ഡോട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ക്വിസ് ബാങ്ക് എന്ന് പേര് കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ ക്വിസ് ബാങ്ക് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഞാനൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ക്ലാസ് നെയിം ഞാൻ ക്വിസ് ബാങ്ക് എന്ന് തന്നെ പറഞ്ഞ് കൊടുക്കുവാണ്. നമ്മുടെ ക്ലാസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിനെ ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കോഡ് ഇത്രയും വലുപ്പം കുറഞ്ഞു കേട്ടോ, ആകെ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കോഡിന്റെ വലുപ്പം ഇത്രേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻസ് ഇനിയും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെയിൻ ഡോട്ട് ഡാറ്റിന്റെ ഫയൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ ഉള്ളിലേക്ക്, ഈ ഒരു ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസിന്റെ ഉള്ളിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു എറർ ആക്ച്വലി കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റിനെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലാസ് ഉള്ളത് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ ഡോട്ട് ഡാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫയലിന്റെ ഉള്ളിലാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡോട്ട് ഡാറ്റിനെ നമ്മുടെ ഇതിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ഡോട്ട് ഡാറ്റിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എററും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് നമ്മൾ ഈ ഒരു കോഡിനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനെ നമ്മൾ നേരെ ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ക്ലാസിന്റെ ഉള്ളിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഡോട്ട് ഡാറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുറച്ച് എറേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇപ്പൊ നമ്മുടെ കറന്റ്ലി ഇവിടെ ഇല്ല. ബിക്കോസ് നമ്മളത് നമ്മുടെ ക്വിസ് ബാങ്കിന്റെ ഉള്ളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മെയിൻ ഡോട്ട് ഡാറ്റ് ഫയലിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മെയിൻ ഡോട്ട് ഫയലിനുള്ളിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ് നെയിം നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കുവാണ്. അപ്പൊ ഞാനിവിടെ ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്ട് നെയിം ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഈക്വൽ ടു ഇട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ക്വിസ് ബാങ്ക് എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ക്ലാസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് മൊത്തം ഉള്ള ഒരു ആക്സസ് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ക്വിസ് ബാങ്കിലോട്ടുള്ള കംപ്ലീറ്റ് ആക്സസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള എറേഴ്സും കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള എറർ, ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലെ, അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സിലെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ 0 ഇൻഡെക്സിലുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ്, അതായത് ഈ ക്യൂ ആണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളത് നമ്മുടെ ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രോപ്പർട്ടി ആണല്ലേ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആ ഒരു ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ ആദ്യം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ക്വിസ് ബാങ്ക് ഡോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വിസ് ബാങ്കിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റില് ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിസ്റ്റില്, അത് നമ്മുടെ ക്വിസ് ബാങ്കിന്റെ ഒബ്ജക്റ്റുള്ളത് നമ്മുടെ ഈ ഒരു ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ബാങ്കിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻഡെക്സിലെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് നമ്മുടെ റിസൾട്ടിലോട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ പറഞ്ഞ പോലെ ഇവിടെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാനുള്ളത് ഇതേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ക്വിസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റില്, ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ക്വിസ് ബാങ്ക് ക്ലാസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വിസ് ബാങ്കിലെ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഒരു 0th ഇൻഡെക്സിലുള്ള ആ ഒരു ആൻസർ ഏതാണോ അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ ആ ഒരു എററും നമ്മൾ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. ഇനി ഇവിടെ വേറൊരു എററും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് മാറ്റാം. സോ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്വിസ് ബാങ്കിന്റെ ഒബ്ജക്റ്റില് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ലിസ്റ്റിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇൻഡെക്സിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ ട്രൂ ബട്ടൺ കൊടുക്കുവാണ്. കണ്ടല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അബ്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ കംപ്ലീറ്റ്ലി നമ്മൾ മറ്റൊരു
ഒരു ക്ലാസ്സിനുള്ളിലോട്ട് ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് എത്ര വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ട് ഫയലുമായിട്ട് ഒരു വലുപ്പം കുറയ്ക്കാൻ പറ്റി, അതുപോലെ അതിന്റെ കോംപ്ലക്സിറ്റീസും കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റി, കുറച്ചുകൂടി മോഡുലർ ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റി. അപ്പം ഇതാണ് അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് പല കാര്യങ്ങളെ ചെറിയ ചെറിയ ഫയൽസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ കംപ്ലീറ്റ്ലി നമ്മുടെ പുതിയൊരു ക്ലാസ്സിനുള്ളിലോട്ടാക്കി. അപ്പൊ ആ ഒരു കോഡിന്റെ വലുപ്പം ചെറുതായിട്ടൊന്ന് കുറച്ച് കിട്ടി. അങ്ങനെ പല പല ഫംഗ്ഷൻസിനെയും നമ്മൾ പല പല ക്ലാസ്സസ് ആയിട്ട് മാറ്റുക. അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.